ഈ രാത്രി തൈര് കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. രാത്രി തൈര് കഴിക്കുന്നത് പ്രശ്നമാണോ പ്രശ്നമല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ എന്നും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കൂ. വീട്ടിലെ പഴയ ആൾക്കാർ എപ്പം പറയുന്ന ഒരു കാര്യമാണ് തൈര് രാത്രി കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? തൈര് അഥവാ കേട്, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പ്രോബയോട്ടിക് ഉണ്ട്. ഇതൊരു ഹെൽത്തി ഫുഡാണ്, അതിൽ ആർക്കും ഒരു സംശയമില്ല. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് നമ്മളെ ഗട്ട് ബാക്ടീരിയ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം കിടക്കുന്നത് കേടിനകത്തല്ല, പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ഡൈജഷനിലാണ്. നമുക്ക് രാത്രി സമയം ആവുന്ന സമയത്തേക്ക് നമ്മുടെ ഡൈജഷൻ സ്ലോ ആവും, മെറ്റബോളിസം സ്ലോ ആവും. ഈ സമയത്ത് നമ്മൾ തൈര് കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ബഹുഭൂരിപക്ഷം ഏഷ്യക്കാരിലും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. അതായത് ലാക്ടോസിനെ പൂർണ്ണമായിട്ട് ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാക്ടോസ് എൻസൈം എല്ലാ ആളിലും കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഈ ലാക്ടോസിനെ പൂർണ്ണമായി ഡൈജഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീൽ ചെയ്യും, വയറ് ബ്ലോട്ട് ചെയ്യും, വയറ് ഹെവിനെസ് ഫീൽ ചെയ്യും. കേട് ഒരു ഫെർമെന്റഡ് ആസിഡിക് ഫുഡാണ്. ഇത് ആസിഡ് റിഫ്ലക്സിനെ കൂട്ടും. അതുപോലെ തന്നെ സൈനസ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് സൈനസൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷനും കൂട്ടാൻ ചാൻസ് ഉണ്ട്. റിസർച്ച് പറയുന്നത് പ്രോബയോട്ടിക് ആണ്, ഗട്ടിന് ഹെൽത്തി ആണ് എന്നൊക്കെയാണെങ്കിൽ കൂടിയും നിങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവസ്ഥ നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ഫുഡ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ ലഞ്ചിന് കേട് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഡൈജഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും ചെയ്യും. പക്ഷേ രാത്രി സമയത്ത് ഡൈജഷൻ സ്ലോ ആവുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഡൈജഷൻ പ്രോപ്പറായി നടക്കാതെ നമുക്കത് പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ടൈമിങ്ങിനാണ് പ്രധാനം. അതായത് എല്ലാ ഫുഡും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എഫക്ട് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ കേട് കഴിക്കുന്ന സമയത്ത് ബ്ലോട്ടിംഗ് ഉണ്ടാവും, ചില ആൾക്ക് കേട് കഴിക്കും ബ്ലോട്ടിംഗ് ഉണ്ടാവില്ല. നിങ്ങൾ ഹെൽത്തി ആണ്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഇത് കഴിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കഴിക്കാം. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. റീൽസിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി ഒപ്പിയെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ അബദ്ധമാണ് സംഭവിക്കാൻ പോകുന്നത്. റീലുകൾക്കും റിസർച്ച് പേപ്പറുകൾക്കും ഉപരി നമ്മുടെ ശരീരത്തെ തന്നെ മനസ്സിലാക്കണം. ആ ശരീരത്തിനെ മനസ്സിലാക്കി എന്ത് ആഹാരം നമുക്ക് പറ്റും, എന്ത് ആഹാരം നമുക്ക് പറ്റില്ല എന്ന് അനലൈസ് ചെയ്ത് കഴിക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. രാത്രി തൈര് കഴിച്ച് വയറ് വേദനിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാ, നിങ്ങളുടെ ശരീരത്തിൻ്റെ സിഗ്നലുകൾ നോക്കി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കൂ, നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന്.